കേരള വിഷൻ എന്ന ബ്രാൻഡ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായുള്ള സ്ഥാപനമായി മാറിയിട്ടുണ്ടെന്നും അതിൽ പ്രധാന പങ്കാളിയായിരുന്ന വിജയേട്ടന്റെ വിയോഗം എന്നും തീരാ നഷ്ടമാണെന്നും പി നന്ദകുമാർ എം.എൽ.എ. നല്ല മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്നും സമൂഹവുമായി ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹമെന്നും എം.എൽ.എ. പറഞ്ഞു. ചങ്ങരംകുളത്ത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന തണ്ടിലത്ത് വിജയേട്ടന്റെ 3ാം അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും? ഒരുപാട് ചെറുപ്പക്കാരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒരു സ്ഥാപനം എന്ന ആശയമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ആശയമാണ് ഇന്ന് കേരള മിഷൻ എന്ന പേരിൽ കേരളത്തിൽ തന്നെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തിന് മാറാൻ കഴിയും. അതിലെ ഒരു പ്രധാനപ്പെട്ട പങ്കാളിയായിരുന്നു വിജയൻ. നമുക്കറിയാം, വിജയൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മസുഹൃത്തും എൻ്റെ സഖാവും കൂടിയായിരുന്നു. ഒരു നല്ല മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കോവിഡ് മഹാമാരിയുടെ ഇപ്പോൾ ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരമാണ്. വിജയനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രോഗത്തോട് വേണ്ടത്ര രൂപത്തിലേക്ക് ശ്രദ്ധ കാണിക്കാത്തതിൻ്റെ ഫലമായിട്ട് കൂടി അദ്ദേഹത്തിന് ഇത്തരമൊരു അവസ്ഥ ഉണ്ടായിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. നമ്മുടെ സമൂഹത്തിൽ ആൾക്കാരെ ഓർമ്മപ്പെടുത്തുന്നത് അവർ സമൂഹത്തിനകത്ത് എന്ത് ചെയ്തു എന്ന രൂപത്തിലേക്കാണ്, വ്യത്യസ്ത രൂപത്തിലേക്കാണ് ആൾക്കാർ എഴുതുന്നത്. രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്നവരുണ്ടാവും, സാമൂഹ്യ മേഖലയ്ക്കകത്തുണ്ടാവും, സാംസ്കാരിക മാധ്യമങ്ങൾക്കകത്തുണ്ടാവും, വ്യാപാര മേഖലയ്ക്കകത്തുണ്ടാവും. പക്ഷെ ഏത് മേഖലയ്ക്കകത്തായാലും അവർ സമൂഹവുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് ഒരു സമൂഹത്തിന്റെ പൊതു പുരോഗതിക്ക് വേണ്ടി എന്ത് സംഭാവന ചെയ്തു എന്നതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആൾക്കാരെ ഓർക്കുക. ചങ്ങരംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സദസ്സിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, വിജയേട്ടൻ ഏകദേശം 27 വർഷത്തോളം കാലം കേബിൾ ടി വി സംവിധാനത്തിലൂടെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയ്ക്ക് ഏറെ കരുത്തു പകർന്ന വ്യക്തിയാണ്. കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന COA എന്ന പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രദേശത്തെയും ജില്ലയിലെയും ഒക്കെ അമരക്കാരനായിരുന്നു വിജയേട്ടൻ. 2 പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഇന്നത്തെ രീതിയിൽ ഞങ്ങൾ ശക്തി പ്രാപിച്ചിരുന്നില്ല. വലിയ കോർപ്പറേറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയും പ്രയാസപ്പെടുത്തിയും ഞങ്ങളുടെയൊക്കെ നിലനിൽപ്പ് അപകടത്തിൽപ്പെടുത്തിയും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ആത്മവീര്യം പകർന്നുകൊണ്ട്, ചെറിയ ഓപ്പറേറ്റർമാർക്ക് കരുത്ത് പകർന്നുകൊണ്ട്, അത് വാക്കുകളിലൂടെയും അല്ലാതെയും ഒക്കെ ഉള്ള കരുത്ത് നൽകിക്കൊണ്ട് വിജയേട്ടൻ ഞങ്ങളെ ഇന്ന് ഈ കാണുന്ന ഒരു വലിയ കൂട്ടായ്മയിലേക്ക് എത്തിച്ചു. ഇതുപോലെ ഞങ്ങൾക്ക് നിരവധി നേതൃത്വങ്ങൾ ഞങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെറുകിട സംരംഭകർ നേരിടുന്ന വെല്ലുവിളികളും ബദലും എന്ന വിഷയത്തിൽ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വിജയേട്ടനെ അനുസ്മരിക്കുക എന്ന് പറയുന്ന സങ്കടമാണ്. 3 വർഷമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് എന്നത് വളരെ വേദന നിറഞ്ഞ ഒരു ഓർമ്മയായിട്ടാണ് ഉള്ളിലുള്ളത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ജ്യേഷ്ഠ സഹോദര തുല്യനായ സുഹൃത്തായിരുന്നു വിജയേട്ടൻ. ആ കുടുംബവുമായി എത്രയോ വർഷങ്ങളുടെ ബന്ധമുണ്ട്. വിജയേട്ടൻ്റെ അച്ഛൻ പൂമുഖത്ത് നാരായണേട്ടൻ എന്നാണ് വിളിക്കാം. നാരായണേട്ടൻ, അമ്മ കൗശല്യെടുത്തി, മക്കൾ രാജേട്ടൻ, ഗൗരി, രവി, ഗംഗാധരൻ, വിജയേട്ടൻ, എല്ലാവരും ഒരു കുടുംബത്തിലെ ആളുകളെ പോലെ പ്രിയപ്പെട്ടവരാണ്. രവിയാണോ ഗംഗാധരനാണോ ഇവിടെ പഠിച്ചത് ഓർമ്മയില്ല. രവിയാണ്, ഗംഗാധരൻ താഴെയാണ്. രാജേട്ടൻ സ്വന്തം ജ്യേഷ്ഠൻ തന്നെയായിരുന്നു.
അതുപോലെ തന്നെയായിരുന്നു വിജയേട്ടൻ. ഗൗരി ചേച്ചി ഒരു ക്ലാസ് മുമ്പിലാണ്. കൗസല്യത്തിൽ ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ദീർഘകാലം. അങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈ സ്വതന്ത്ര കേബിൾ പ്രവർത്തനത്തിലേക്ക് വന്ന് വലിയ തോതിൽ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച് സ്വജീവിതം കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് വേണ്ടി സമർപ്പിച്ച ഒരു മഹിതമായ ജീവിതമാണ് വിജയേട്ടനോട് കൂടി അവസാനിച്ചത്. വിജയേട്ടൻ വലിയ വിദ്യാസമ്പന്നതയോ ടെക്നിക്കൽ നോളജോ ഒന്നും ഉള്ള ആളായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു പുരോഗമന വീക്ഷണമുണ്ടായിരുന്നു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA കേരളത്തിലുടനീളം ഒരു വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയ ഘട്ടത്തിലാണ് വിജയേട്ടൻ അതിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രദേശത്ത് ഇവിടുത്തെ അതിൻ്റെ പ്രസിഡന്റായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടി ചേർന്ന് വലിയ വിദ്യാസമ്പന്നരോ വലിയ ടെക്നിക്കൽ നോഹൗ ഉള്ളവരോ വലിയ ബുദ്ധിശാലികളോ ബുദ്ധിജീവികളോ ഒന്നും ആയിരുന്നില്ല. നിലനിൽപ്പിന് വേണ്ടി നടത്തിയ ഒരു സമരമാണ്. അന്ന് ഏഷ്യാനെറ്റ് കേബിൾ എല്ലാ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കേരളം മുഴുവൻ വലിയ ആധിപത്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA സംഘടിതമായി ശരിക്കും സംഘശക്തി കൊണ്ട് ഏഷ്യാനെറ്റിനെ ബഹുദൂരം പിന്നിലേക്ക് തള്ളി ഇന്ന് കേരളത്തിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് കേബിൾ നെറ്റ്വർക്കുകളിൽ 1ാം സ്ഥാനത്തുള്ളത് എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള വിജയേട്ടൻ സ്മാരക പുരസ്കാര സമർപ്പണം നടന്നു. യുവസംരംഭകനും മാർസ് തിയേറ്റർ ഉടമയുമായ അജിത് മയ്യനാടിന് P. നന്ദകുമാർ MLA പുരസ്കാരം നൽകി ആദരിച്ചു. വർഷങ്ങളോളമായി കാർഷിക മേഖലയിൽ സജീവ സാന്നിധ്യവും കച്ചാ കൃഷിക്കൂട്ടത്തിനുള്ള 2023-24 വർഷത്തെ സംസ്ഥാന കർഷക അവാർഡും നേടിയ എറവറാംകുന്ന് പൈതൃക കർഷക സംഘത്തെ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം നൽകി ആദരിച്ചു. സജീവ ജീവകാരുണ്യ പ്രവർത്തകനായ KB ശിവദാസന് M. രാജ്മോഹൻ പുരസ്കാരം സമർപ്പിച്ചു. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിനാണ് ആ പുരസ്കാരം നൽകുന്നത്. അടുത്ത പുരസ്കാരം വിജയേട്ടൻ നേതൃത്വം നൽകി വന്നിരുന്ന ആലങ്കോട് ബ്രദേഴ്സ് വാട്സാപ്പ് കൂട്ടായ്മ ചടങ്ങിൽ വീൽചെയർ വിതരണം നടത്തി. ആലങ്കോട് ബ്രദേഴ്സ് വാട്സാപ്പ് കൂട്ടായ്മ അംഗം കരീം ആലങ്കോട് വീൽചെയർ ഫാത്തിമയുടെ മകൾ ഖദീജയ്ക്ക് വിതരണം ചെയ്തു. കൂടാതെ വിജയേട്ടന്റെ മകൻ തണ്ടിലത്ത് വിനോദ് പ്രദേശത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുഹമ്മദിന്റെ കുടുംബത്തിന് സഹായ വിതരണവും നടത്തി. ചടങ്ങിൽ ചങ്ങരംകുളം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹി ഉമ്മർ കുളങ്ങര, ഫൈസൽ സ്റ്റീലക്സ്, COA സംസ്ഥാന കമ്മിറ്റി അംഗം C. സുരേഷ് കുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം P. രഘുനാഥ്, COA ജില്ലാ സെക്രട്ടറി സാജിദ്, COA ജില്ലാ ട്രഷറർ V. മുസ്തഫ, COA പൊന്നാനി മേഖലാ പ്രസിഡന്റ് MK സുരേഷ്, NCV ചാനൽ ചെയർമാൻ PV അയൂബ്, COA എടപ്പാൾ മേഖലാ സെക്രട്ടറി വിജുകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. COA പൊന്നാനി മേഖലാ കമ്മിറ്റി സെക്രട്ടറി ഫസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റർമാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. NCV ന്യൂസ് ചങ്ങരംകുളം.